ലേവ്യ പുസ്തകം 26 അധ്യായം അതിൻ്റെ 3-4 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയുടെ വൃക്ഷം ഫലം തരും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവം ഈ 26 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം കുറേ കൽപ്പനകൾ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, പിന്നെ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്, സ്വരൂപങ്ങളുടെ മുമ്പ് നിൽക്കരുത്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. അതേപോലെ വിശുദ്ധ ദിവസത്തെ നിങ്ങൾ ആചരിക്കണം, കർത്താവിനെ ആരാധിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ സബത്ത് ആചരിക്കുകയും വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളുടെ യഹോവയാകുന്നെന്ന് പറയുന്നു. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് ചില സ്ഥലത്താണെങ്കിൽ മഴ കിട്ടുന്നില്ല, വരണ്ടു പോകുന്നു, ഭൂമി വരണ്ടു പോകുന്നു, മനുഷ്യനൊന്നും വെള്ളം കിട്ടുന്നില്ല. ചില സ്ഥലത്താണെങ്കിൽ വെള്ളം അധികമായാൽ, മഴ അധികം പെയ്ത് വെള്ളപ്പൊക്കം വരുന്നു, ഈ ഉരുൾപൊട്ടൽ വരുന്നു. അപ്പോൾ അതും ഒരു ശാപമായിട്ടാണ്. അപ്പോൾ അധിക വെള്ളം വന്നാലും അത് ഭൂമിയെ നശിപ്പിക്കുന്നു, വെള്ളമില്ലെങ്കിലും ഉണങ്ങി വരണ്ട് ഭൂമി നശിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ച് ദൈവകൽപ്പനകളെ നാം അനുസരിച്ച് നടക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം തക്ക മഴ തരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിളവിനേറ്റ മഴ, നമുക്ക് ഭൂമിക്ക് കുളിർമയാക്കി അത് നീരുറവകളെ ഉണ്ടാക്കുവാനുള്ള മഴ, വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന ആ ഒരു മഴ, അങ്ങനെ ഒരു അനുഗ്രഹമായ മഴ തക്ക സമയത്ത് നമ്മെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവം ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുകയും ദൈവം വഴികളിൽ നടക്കുകയും ദൈവ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.